കുവൈറ്റിൽ പോകാൻ മന്ത്രി വീണ ജോർജിന് അനുമതി നൽകാഞ്ഞത് നിർഭാഗ്യകരമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ വേർതിരിവ് കാണിക്കരുതെന്നും ഉത്തരവാദിത്തം പുലർത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ചത് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അന്ന് ടിക്കറ്റ് വരെ എടുത്തതാണ്, അതിനുശേഷമാണ് തടഞ്ഞത്, ഇതിന് പെർമിഷൻ കിട്ടാതിരുന്നത്. ഇപ്പോൾ എന്താണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ CM പറയുന്നത്? ആര്യ, കുവൈത്തിൽ അപകടമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈത്തിലേക്ക് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു. വിമാനത്താവളത്തിൽ വരെ എത്തിയെങ്കിലും രാഷ്ട്രീയ അനുമതി ലഭിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ആ യാത്ര റദ്ദായത്. അത് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നത്. കുവൈത്ത് അപകടത്തിൽ വിദേശകാര്യ മന്ത്രാലയം എടുത്ത നടപടികളെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ മന്ത്രി വീണ ജോർജിൻ്റെ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി ഈ കത്തിലൂടെ അറിയിക്കുന്നത്. കുവൈത്തിൽ അപകടമുണ്ടായപ്പോൾ മലയാളികൾ ഉൾപ്പെട്ട അപകടമായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ ചേർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുമതി ലഭിച്ചില്ല. ഇത് നിർഭാഗ്യകരമാണ്. മാത്രമല്ല, ഇതൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് എതിരുമാണ് എന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യം കുവൈത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. അത് ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വലിയ ആശ്വാസമാകുമായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ യാത്രാനുമതി രാഷ്ട്രീയ വിവേചനത്തിൻ്റെ ഭാഗമായി നൽകാതിരിക്കുന്നത് അനുചിതമാണെന്നുള്ള കാര്യം കൂടി ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരം വേളകളിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി ഉപദേശം നൽകണം എന്നുകൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. ആര്യ. ശരി, ആനന്ദൻ.